പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അടുത്തിടെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട നീക്കം നടത്തിയത് BJP ആണ്. ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ ഇടങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ ബിഷപ്പുമാരെ ഒപ്പം തന്നെ പള്ളികളിലൊക്കെ സന്ദർശനം നടത്തിക്കൊണ്ട് പുതിയൊരു രാഷ്ട്രീയ നീക്കത്തിന് സൂചനയിട്ടു. അത് കേരളത്തിൽ വലിയ ചർച്ചകൾക്കും ഇടവെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ കൂടിയാലോചനകൾക്കും കൂടുതൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കും BJP കടക്കുകയാണ്. പ്രധാനമന്ത്രിയും കേരളത്തിൽ വരാനിരിക്കുന്നു. എന്താണ് BJP ലക്ഷ്യമിടുന്നത്? ഇത് സംസ്ഥാനത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കും? ഒപ്പം തന്നെ ക്രൈസ്തവ സഭയ്ക്കടക്കം അകത്തുണ്ടാക്കുന്ന മറ്റു നീക്കങ്ങൾ, ഇക്കാര്യങ്ങളുടെ ഒരു വിശദമായ പരിശോധനയാണ് പ്രഭാത കേരളം ഇനി നടത്തുക. കൊച്ചിയിൽ നിന്നും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്നും. കൊച്ചിയിൽ അനീഷ് കുമാറുണ്ട്, ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് ഐശ്വര്യ അനിൽ തുടരുന്നുണ്ട്. ആദ്യം നമുക്ക് കൊച്ചിയിലേക്ക് പോകുമ്പോൾ അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി നടന്ന BJPയുടെ നേതൃയോഗമാണ്. നേതൃയോഗത്തിൽ സ്വാഭാവികമായും ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച BJP ലക്ഷ്യമിടുന്ന അല്ലെങ്കിൽ നടത്തി വരുന്ന, അവർ ശ്രമിക്കുന്ന ആ രാഷ്ട്രീയത്തിൻ്റെ തുടർ ആലോചനകൾ നടന്നിട്ടുണ്ടാവാം. ഇന്ന് നേതാക്കൾ പ്രധാനപ്പെട്ട് കെ സുരേന്ദ്രനും ഒപ്പം തന്നെ പ്രകാശ് ജാവദേക്കറും അടക്കം മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്ന് പറയുന്നു. എന്താണ് നമ്മൾ കൊച്ചിയിൽ നിന്നും ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? BJP ലക്ഷ്യമിടുന്നത് എന്താണ്? ഇത് എങ്ങനെയാണ് ക്രൈസ്തവ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന പ്രതികരണം? അനീഷ്. സജിത്ത്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി BJPയുടെ നേതൃയോഗങ്ങൾ കൊച്ചിയിൽ നടക്കുകയായിരുന്നു. ആദ്യം കോർ കമ്മിറ്റി യോഗം, പ്രത്യേക ക്ഷണിതാക്കളുടെ അടക്കം സാന്നിധ്യത്തിൽ കോർ കമ്മിറ്റി യോഗം ചേർന്നു. അതിനുശേഷം ഇന്നലെ സംസ്ഥാന ഭാരവാഹി യോഗം ചേർന്നു. ഈ ഭാരവാഹി യോഗത്തിലേക്ക് ജില്ലാ പ്രസിഡന്റുമാർ, മറ്റ് മോർച്ച ഭാരവാഹികൾ എന്നിവരെല്ലാം വിളിച്ചിരുന്നു. ഒറ്റ അജണ്ടയാണ് പ്രധാനമായും ഈ ചർച്ചകളിൽ പൂർണ്ണമായും ചർച്ച നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ന്യൂനപക്ഷങ്ങളുമായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ, പ്രത്യേകിച്ചും ഈസ്റ്ററുമായി ബന്ധപ്പെട്ടൊക്കെ അടുത്ത നിലയിലേക്ക് BJP എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ പ്രതികരണങ്ങൾ, ഒപ്പം തലശ്ശേരി ബിഷപ്പുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഒക്കെ വലിയ ഒരു ആവേശം ഈ BJPക്ക് നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഓർത്തഡോക്സ് സഭയിലെ മെത്രാപ്പോലിത്ത BJP പരസ്യമായി പിന്തുണച്ച് മോദിയെ വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തത്. ഇത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഒരു അനുകൂല സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് BJPക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം കേരളത്തിൽ നിലവിൽ പോകുന്ന സംഘടനാ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഒരു വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്ന രീതിയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് കേരളത്തിലെ BJP ഘടകം വിലയിരുത്തിയിരുന്നു. ദേശീയ തലത്തിൽ തന്നെ അത്തരമൊരു നിലപാടിലേക്ക് BJP എത്തുകയും ചെയ്തു. അതാണ് ഈസ്റ്റർ ദിനത്തിൽ സേക്രഡ് ഹാർട്ട് പള്ളിയിൽ ഒരു സന്ദർശനം നടത്തി പ്രാർത്ഥനയിൽ പങ്കെടുത്ത് മോദി കൃത്യമായൊരു സന്ദേശം രാജ്യത്തെ ഈ ക്രൈസ്തവ വിഭാഗത്തിലുള്ളവർക്ക് നൽകുകയും ചെയ്ത്. അതുകൊണ്ട് വലിയൊരു ആവേശമാണ് BJPക്ക് ഇപ്പോൾ, BJP ഭാരവാഹികൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ പാർട്ടിക്കുള്ളിലെ അന്തഃഛിദ്രങ്ങൾ, ഗ്രൂപ്പ് വഴക്കുകൾ എന്നിവയൊക്കെയാണ് വലിയ തോതിൽ മുഴിച്ചു നിൽക്കുക എങ്കിൽ പോലും കൊച്ചിയിൽ നടന്ന 2 ദിവസം നടന്ന യോഗത്തിൽ ഏറിയ പങ്കും എങ്ങനെ നിലവിലെ അനുകൂല സാഹചര്യം മുതലെടുക്കാൻ കഴിയും എന്ന രീതിയിലുള്ള ചിന്ത തന്നെയാണ് നടക്കുന്നത്. എന്തായാലും ഇത്തരം അനുകൂല സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് നേരിട്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ 25-ന് മോദി എത്തും എന്നാണ് അറിയിച്ചിരുന്നെങ്കിൽ 24-ന്, ഒരു ദിവസം മുമ്പേ കേരളത്തിലേക്ക് എത്തുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. SPG അടക്കമുള്ള ആളുകൾ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി 14-ന് കേരളത്തിലെത്തി, കൊച്ചിയിലെത്തി കാര്യങ്ങൾ വിലയിരുത്തും. തേവര സേക്രഡ് ഹാർട്ട് കോളേജ് ഗ്രൗണ്ടിലാണ് ഇത്തരം പരിപാടി നടക്കുക എന്ന വിവരമാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ചും യുവാക്കളെയും IT പ്രൊഫഷണൽസ് അടക്കമുള്ളവരെയും ലക്ഷ്യമിട്ടുള്ള യുവം എന്ന പേരിലുള്ളൊരു പരിപാടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒപ്പം ഈ നേരത്തെ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമൊക്കെയായ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെ ഒരു അരങ്ങേറ്റ വേദി കൂടിയാവും ഈ പരിപാടി എന്നാണ് നമുക്ക് നൽകാൻ കഴിയുന്ന കൃത്യമായൊരു സന്ദേശം. അനിൽ ആന്റണിയെ അടക്കം എത്തിച്ച് ഒരു കൃത്യമായ സന്ദേശം BJP നൽകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ന്യൂനപക്ഷ വിഭാഗങ്ങളെ വലിയ തോതിൽ പാർട്ടിയിലേക്ക് അടുപ്പിക്കുക എന്ന രീതിയിലുള്ള ക്യാമ്പയിനുകൾ ഇനിയും വർദ്ധിപ്പിക്കും. ഒപ്പം ഈ പെരുന്നാൾ കാലമാണ്. പെരുന്നാൾ കാലം കഴിയുമ്പോൾ ഈ മുസ്ലിം ആളുകളുടെ വീട്ടിൽ, പ്രധാന വ്യക്തികളുടെയൊക്കെ വീട്ടിൽ പോയി സന്ദേശങ്ങൾ കൈമാറുന്ന തരത്തിലുള്ള ഒരു സ്നേഹ സന്ദർശനം എന്ന രീതിയിലുള്ളൊരു മറ്റൊരു പരിപാടി കൂടി ആലോചിക്കുന്നുണ്ട്. അതായത് എല്ലാ രീതിയിലും ന്യൂനപക്ഷ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുക എന്നൊരു നിലപാടിലേക്ക് തന്നെയാണ് പാർട്ടി എത്തുന്നത്. എന്തായാലും ഇന്ന് ഈ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി കൂടിയായ പ്രകാശ് ജാവദേക്കർ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സന്ദർശിക്കുന്നതെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. 10 കൂടി അദ്ദേഹം പ്ലാന്റിലെത്തുകയും അവിടുത്തെ വീഴ്ചകൾ ഏതൊക്കെ
തരത്തിലുള്ള വീഴ്ചകളാണ് ഈ കൊച്ചി കോർപ്പറേഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതെന്നുള്ള പരിശോധന നടത്തും. തുടർന്ന് മാധ്യമങ്ങളെ കാണുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനങ്ങൾ അടുത്ത ഏതാനും ദിവസങ്ങളിലേക്ക് തന്നെ, അതായത് BJPയുടെ ഒരു ചെറിയ തലസ്ഥാനമായി അല്ലെങ്കിൽ അവരുടെ പാർട്ടി പരിപാടികളൊക്കെ ഇനി ഏകോപിപ്പിക്കുക ഒരുപക്ഷെ കുറച്ച് ദിവസത്തേക്ക് കൊച്ചിയിൽ നിന്നാവും എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് നൽകാൻ ഉള്ളത്. സജിത്ത്. ശരി, നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും ഐശ്വര്യ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഐശ്വര്യ, ഗുഡ് മോർണിംഗ്. വീണ്ടും നമ്മൾ ഐശ്വര്യയിലേക്ക് വരുമ്പോൾ നമ്മൾ BJPയുടെ രാഷ്ട്രീയ നീക്കമാണ് ചർച്ച ചെയ്തത്. അനീഷ് അതിൻ്റെ ചില സൂചനകൾ എന്താണ് ഈ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. കാരണം മധ്യകേരളത്തിലാണ് BJP ഇപ്പം ലക്ഷ്യമിടുന്ന ആ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനം ഉണ്ടാവുന്നത് മധ്യകേരളത്തിലാണ്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തലസ്ഥാനത്തെ വാർത്താ കേന്ദ്രത്തിൽ, രാഷ്ട്രീയ കേന്ദ്രത്തിൽ ഈ വിഷയം, അതായത് ഇടതു വലതു മുന്നണികൾക്കകത്ത് BJPയുടെ രാഷ്ട്രീയ നീക്കം അവർ ഏത് തരത്തിൽ വിലയിരുത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും BJP കത്തോലിക്ക വിഭാഗങ്ങളെയൊക്കെ കബളിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന വാദം ഇടതു വലതു മുന്നണികൾ പൊതുവിൽ ഉയർത്തിയിരുന്നു. അതായത് BJPയുടെ നീക്കത്തിൻ്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്തുകൊണ്ടുള്ളൊരു നീക്കമാണ് ഉണ്ടായത്. എന്താണ് പൊതുവിൽ ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം, ഒപ്പം തന്നെ ഈസ്റ്റർ ദിനത്തിലെ നീക്കങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഇടതു വലതു മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്, ഒപ്പം ഇതിനെ എങ്ങനെ ഈ രാഷ്ട്രീയ നീക്കത്തെ ചെറുക്കും, അത്തരം ആലോചനകൾ മുന്നണികൾക്കകത്ത് നടക്കുന്നുണ്ടോ ഐശ്വര്യ? തീർച്ചയായും സജിത്ത്, അത്തരമുള്ള ആലോചനകൾ മുന്നണികൾക്കുള്ളിൽ, അതായത് ഇടത് വലത് മുന്നണികൾക്കുള്ളിൽ ഉണ്ട് എന്നുള്ളത് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു വെക്കണം. കാരണം ഈ ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങളിലും ഒപ്പം തന്നെ ബിഷപ്പുമാരെയും ഒക്കെ സന്ദർശിക്കാൻ മുൻകൈയെടുത്ത BJP മുന്നോട്ട് വരികയും അത്തരമൊരു നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ അതിനെ പല ബിഷപ്പുമാരും അല്ലെങ്കിൽ പല വൈദികരും അതിനെ അനുകൂലിച്ചുകൊണ്ട്, BJPയുടെ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയതോടുകൂടിയാണ് UDF അടക്കമുള്ള മുന്നണികൾ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. അത് വലിയ അല്ലെങ്കിൽ രാഷ്ട്രീയമായി അവരെ ബാധിക്കില്ല എന്ന് പറയുമ്പോൾ പോലും അത് ഏത് രീതിയിൽ മുന്നണി വിലയിരുത്തുന്നു എന്നുള്ളത് വേണം നമുക്കിനി നോക്കിക്കാണാൻ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീഷിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നില്ല. കാരണം ചില ബിഷപ്പുമാർ നടത്തുന്ന പ്രസ്താവനയെക്കുറിച്ച് അത്തരത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോഴും ഇത് സാധാരണഗതിയിലുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ രാഷ്ട്രീയ നീക്കമായി നമുക്ക് വിലയിരുത്താനാകില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ആ സമയത്ത് ഇത്തരത്തിൽ ഒരു നിർണായക നീക്കം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നീക്കമായി തന്നെയാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് തുടരുകയും ചെയ്യും. ഒരു പോയിന്റിൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ കേരള കോൺഗ്രസ് M തങ്ങളോടൊപ്പം വരുമെന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതീക്ഷകൾ പോലും BJP ഈ ഘട്ടത്തിൽ വച്ചു പുലർത്തുന്നുണ്ട്. അതിന് മുന്നോടിയായി തന്നെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രിയെ കേരളത്തിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം, അത് വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ്. സ്വാഭാവികമായും യുവാക്കളെ, നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ യുവാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ കേരളത്തിൽ BJP നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേരളത്തിലേക്ക് എത്തിക്കുകയും അത് യുവാക്കളുമായി സംവദിക്കുന്ന രീതിയിലേക്ക് ഒരു പരിപാടി സംഘടിപ്പിക്കും. അതിനുശേഷം ഒരു റോഡ് ഷോ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതായത് സാധാരണക്കാർക്കിടയിലേക്ക് പ്രധാനമന്ത്രി എത്തിച്ച് അത്തരത്തിലുള്ള ഇമ്പാക്ട് വരുന്ന തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ ചലനങ്ങളിലും ഉണ്ടാക്കാനാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് BJP മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നീക്കവും BJPയുടെ ഭാഗത്ത് ശക്തമായി തന്നെ ഉണ്ടാകുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ, അതായത് പ്രധാനമന്ത്രി റോഡ് ഷോയിൽ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു ഓളം സൃഷ്ടിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ വൻ മുന്നൊരുക്കങ്ങളുമായി തന്നെയാണ് ഇപ്പോൾ BJP മുന്നോട്ട് പോകുന്നത്. ഈ ഘട്ടത്തിൽ ഇത് ഇടത് വലത് മുന്നണികളെ ഏത് രീതിയിൽ ബാധിക്കും, അല്ലെങ്കിൽ അത് പ്രധാനമന്ത്രി എത്തിയ ശേഷം ഏത് രീതിയിൽ ഇവർ പ്രതികരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വരാൻ ഈ മാസങ്ങൾ മാത്രം ശേഷിക്കെ ഇത്തരത്തിലൊരു നീക്കം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മറ്റു മുന്നണികൾക്ക് ഒരു ചെറിയ തോതിൽ ഒരു ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ഈ UDF-നെക്കാട്ടിലും LDF-നെക്കാട്ടിലും ഒക്കെ മുന്നോടിയായി ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനപ്പുറത്തേക്ക് ഏറ്റവും സ്ട്രോങ് ആയുള്ള പോയിന്റുകൾ, BJPക്ക് ഏറ്റവും ശക്തമായി സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കാവുന്ന, അല്ലെങ്കിൽ ചില ഇടങ്ങളിൽ നമുക്കറിയാം ചിലർ അത്രമേൽ പ്രവർത്തനം നടത്തി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളിൽ നേരത്തെ കൂട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവുക, അവരെ സജീവമാക്കി നിർത്തുക, അങ്ങനെയുള്ള നീക്കങ്ങളിലേക്ക് കൂടി BJP ഈ ഘട്ടത്തിൽ കടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇപ്പോൾ തന്നെ BJP സർവ്വസജ്ജമായി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാവുന്നത്. ഒപ്പം തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ കൂടുതൽ പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാർക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാണ് BJPയുടെ നീക്കം. സജിത്ത്.
യെസ്, അതാണ് സംസ്ഥാനം ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന രാഷ്ട്രീയത്തിന്റെ ഒരു പൊതുചിത്രം. ഐശ്വര്യാനിലാണ് വിവരങ്ങൾ നൽകിയത്. ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സജിത്ത്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അത് BJP വളരെ തകൃതിയായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എത്രത്തോളം ഈ അരമന സന്ദർശനത്തെയും ഒക്കെ തള്ളിക്കളയാമെന്ന് UDF-ഉം LDF-ഉം ഒരുപോലെ പ്രസ്താവനകളിൽ കൂടി പറയുന്നുണ്ടെങ്കിൽ പോലും തങ്ങളുടെ വോട്ട് ബാങ്കുകളിൽ എങ്ങനെ വിള്ളൽ വീഴ്ത്തുമെന്ന ആശങ്ക അത് ഉറപ്പായിട്ടുമുണ്ട്. അപ്പോൾ അതാണ് തലസ്ഥാനത്തെ സംസ്ഥാനത്തെ BJP-യുടെ ഒരു രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത്. ഇനി ഒരുപാട് ദേശീയ വാർത്തകളും അന്തർദേശീയ വാർത്തകളും മറ്റു വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്. ആ വാർത്തകളിലേക്കൊക്കെ മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.